നമസ്കാരം. കാപ്പ കേസിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ആർ സുഗതന്റെ കൗൺസിലർ സ്ഥാനം തെറിക്കുമോ എന്നുള്ള തരത്തിലുള്ള അതീവ നിർണായകമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന ജൂലൈ 31 വെള്ളിയാഴ്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടിയന്തര കൗൺസിലർ യോഗം ചേരാനിരിക്കെ കൗൺസിലർ സ്ഥാനത്തിന് അയോഗ്യത സംഭവിക്കാതിരിക്കാൻ നീക്കവുമായി സുഗതൻ അഭിഭാഷകൻ മുഖാന്തരം മേയർ വി രാജേഷിന് അവധി അപേക്ഷ നൽകിയിരിക്കുകയാണ്. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ ഒരു കൗൺസിലറെ അയോഗ്യനാക്കാൻ വ്യക്തമായ നിയമമുണ്ട്. മുമ്പ് നടന്ന 2 യോഗങ്ങളിലും പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന സുഗതന് വെള്ളിയാഴ്ചത്തെ യോഗം ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. സ്വതന്ത്രന്റെ പിന്തുണയോടെ കേവലം 51 സീറ്റുമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന BJPക്ക് സുഗതന്റെ അയോഗ്യത ഭരണപരമായ വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ നിയമപ്രകാരം ജനപ്രതിനിധികൾക്ക് അയോഗ്യത വിധിക്കാൻ കൃത്യമായ നിബന്ധനകളുമുണ്ട്. അനുമതിയില്ലാതെ തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ ഏതെങ്കിലും അംഗം പങ്കെടുത്തില്ലെങ്കിൽ അയാളെ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാൻ നിയമമുണ്ട്. കാപ്പ കേസിൽ ജയിലിലായതിനെ തുടർന്ന് മുൻപ് നടന്ന 2 കൗൺസിൽ യോഗങ്ങളിലും സുഗതന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വെള്ളിയാഴ്ച ചേരുന്ന യോഗത്തിലും സുഗതൻ വിട്ടുനിന്നാൽ അയോഗ്യതയുടെ കാര്യം ഏതാണ്ട് ഉറപ്പാകും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ജയിലിൽ നിന്ന് അഭിഭാഷകൻ വഴി മേയർക്ക് അവധി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അപേക്ഷ കൗൺസിലിൽ വയ്ക്കുകയും എന്നാൽ പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുമെന്ന സാഹചര്യത്തിൽ കൗൺസിൽ യോഗം തർക്കത്തിലാവും കലാശിക്കാൻ പോവുക. നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സുഗതന്റെ കേസും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ദൈവങ്ങളുടെ പേരെടുത്ത് പറഞ്ഞും മറ്റും സത്യപ്രതിജ്ഞ ചെയ്തതിനും ഹൈക്കോടതി 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയിരുന്നു. ഹൈക്കോടതി വിധിക്ക് പിന്നാലെ മറ്റുള്ളവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും കാപ്പ കേസിൽ ജയിലിലായിരുന്ന സുഗതന് അതിന് കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്ന് പ്രത്യേക ഉത്തരവ് സമ്പാദിച്ച് ജൂലൈ 14 വിയൂർ ജയിലിൽ വെച്ചാണ് സുഗതൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ജനപ്രതിനിധി ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത് ദിവസങ്ങൾക്കകം തന്നെ കൗൺസിലർ സ്ഥാനം തെറിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കഷ്ടിച്ച് പിടിച്ചു നിർത്തുന്ന BJPക്ക് ഈ അയോഗ്യത വൻ തിരിച്ചടിയാണ്. 100 അംഗ കോർപ്പറേഷനിൽ സ്വതന്ത്രന്റെ പിന്തുണയോടെ 51 സീറ്റുമായാണ് വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള BJP ഭരിക്കുന്നത്. സുഗതൻ അയോഗ്യനാക്കപ്പെടുകയോ അംഗസംഖ്യ 50 കുറയുകയോ ചെയ്താൽ ഭരണം നിലനിർത്തുക BJPക്ക് കടുത്ത വെല്ലുവിളിയാകും. കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കാൻ നിരന്തരം ആവശ്യപ്പെട്ട പ്രതിപക്ഷം ജയിലിൽ കിടക്കുന്ന കൗൺസിലറുടെ അവധി അപേക്ഷ കൗൺസിൽ യോഗത്തിൽ പാടെ അംഗീകരിക്കാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണ്. മേയർ വി രാജേഷ് ഇതൊരു സാധാരണ യോഗം മാത്രമാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നുണ്ടെങ്കിലും BJP ക്യാമ്പിൽ വൻ പരിഭ്രാന്തി തന്നെയാണ് നിഴലിക്കുന്നത്. ഒരു കാപ്പ കേസ് പ്രതിയെ കൗൺസിലറായി കൊണ്ടു നടക്കുന്നതും അയാൾക്ക് വേണ്ടി ജയിലിലേക്ക് അപേക്ഷകളുമായി പോകുന്നതും BJPയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ക്രിമിനൽ കേസുകളിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരാളെ സംരക്ഷിക്കാൻ BJP ഭരണസമിതി എന്തും ചെയ്യുമെന്ന നിലപാടിലാണ്. അയോഗ്യത നിയമപരമായി നേരിടാൻ BJP അഭിഭാഷകർ വഴിയും കോടതി വഴിയും വഴികൾ തേടുന്നുണ്ട്. എന്നാൽ സുഗതനെ പുറത്താക്കാൻ LDFും UDFും കൗൺസിലിനുള്ളിൽ തന്നെ നീക്കങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. സത്യപ്രതിജ്ഞ വിവാദത്തിൽപ്പെട്ട് ഒടുവിൽ ചരിത്രത്തിലാദ്യമായി ജയിലിൽ കിടന്ന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്ന BJP കൗൺസിലർ ആർ സുഗതന്റെ ഭാവി ഇപ്പോൾ അയോഗ്യതയുടെ അരികിലാണ്. തുടർച്ചയായ 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതെ ഇരുന്നാൽ അയോഗ്യനാക്കപ്പെടും എന്ന വ്യക്തമായ നിയമം നിലനിൽക്കെ അവധി അപേക്ഷ സമർപ്പിച്ച് രക്ഷപ്പെടാനുള്ള BJPയുടെ ശ്രമങ്ങളെ പ്രതിപക്ഷം കൗൺസിൽ ചോദ്യം ചെയ്യും. 51 സീറ്റിന്റെ ബലത്തിൽ മാത്രം ഭരണം നടത്തുന്ന BJPക്ക് കാപ്പ കേസ് പ്രതിയായ സുഗതന്റെ ഈ ഒരു അയോഗ്യത ഭീഷണി തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണത്തിന്റെ അടിത്തറ തന്നെ ഇളക്കുന്ന ഒന്നായി മാറുമെന്ന് ഉറപ്പാണ്.